അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ്, മർഹബൻ ബിക്കും ഇലാ ഖനാത്തി. നമുക്ക് 3ാം ക്ലാസ്സിൽ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് പ്രവർത്തനം നോക്കാം. നഖ്റഉ നമുക്ക് വായിക്കാം, ബയാനൻ ഒരു വിവരണം നമുക്ക് വായിക്കാം, വനഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാം, അന്നഅ്ത വൽ മൻഊത്ത് നഅ്തിനെയും മൻഊത്തിനെയും നമുക്ക് ആ ബയാനിൽ നിന്നും തിരഞ്ഞെടുക്കണം. ആദ്യം ബയാനിന്റെ അർത്ഥം നോക്കാം. ഖറിയത്തുൻ ജമീല ഭംഗിയുള്ള ഗ്രാമം. ബൈത്തി എന്റെ വീട്, ഫീ ഖറിയത്തിൻ ജമീല ഭംഗിയുള്ള ഒരു ഗ്രാമത്തിലാണ്. ഫീഹ അവിടെയുണ്ട്, നെഹ്റുൻ പുഴ, വാസിഉൻ വിശാലമായ പുഴയുണ്ട്, വജദ്വലുൻ തോടുണ്ട്, സ്വഗീറുൻ ചെറിയ ഒരു തോടുമുണ്ട്, അമാമ ബൈത്തി എന്റെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഷജറത്തുൻ കബീറ വലിയ ഒരു മരവുമുണ്ട്, ഫീഹ ഫവാക്കിഹുൻ കസീറ അതിൽ ധാരാളം പഴങ്ങളുണ്ട്, ലീ എനിക്കുണ്ട്, അഹുൻ സ്വഗീറുൻ ചെറിയ ഒരു ബ്രദറുണ്ട്, വ ഉഖ്തുൻ കബീറ വലിയ ഒരു സിസ്റ്ററുമുണ്ട്, ഫിൽ ഖറിയത്തി ഗ്രാമത്തിലുണ്ട്, ബിർക്കത്തുൻ ആമത്തുൻ ബിർക്കത്ത് ഒരു കുളമുണ്ട്, ആമത്തുൻ പൊതുവായിട്ടുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കുളവുമുണ്ട്, ഫീഹ അതിലുണ്ട്, അസ്മാക്കുൻ കസീറ കുളത്തിൽ ധാരാളം അസ്മാക്ക് മത്സ്യങ്ങളുണ്ട്, യജ്രി ഫിൽ ഖറിയത്തി ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്നു, കിത്വാറുൻ തൊവീലുൻ നീളമുള്ള ഒരു ട്രെയിന് ആ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്നു പോകുന്നുണ്ട്. ഈ ബയാനിൽ നിന്നും നഅ്ത് മൻഊത്ത് വേർതിരിച്ചെഴുതണം. നഅ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. നഅ്ത് എന്ന് പറഞ്ഞാൽ അത് വിശേഷണമാണ്. ഒരു വസ്തുവിന്റെ വിശേഷണത്തിനെ നഅ്ത് എന്നും മൻഊത്ത് എന്ന് പറഞ്ഞാൽ ഏത് വസ്തുവിനെയാണോ വിശേഷിപ്പിക്കപ്പെടുന്നത് ആ വസ്തുവിനെയാണ് മൻഊത്ത് എന്ന് പറയുക. നഅ്തും മൻഊത്തും എപ്പോഴും ഒരേപോലെയാണ് വരിക. ഇഅ്റാബ് എപ്പോഴും സെയിം ആയിരിക്കും. റഫ് ആണെങ്കിൽ രണ്ടിനും റഫ് ആയിരിക്കും, അതേപോലെ നെസ്ബ് ആണെങ്കിൽ രണ്ടിനും നെസ്ബ് ആയിരിക്കും, ജർ ആണെങ്കിൽ രണ്ടിനും ജർ ആയിരിക്കും, രണ്ടും ഇസ്മായിരിക്കും. ഇതിൽ നിന്നും നഅ്ത് മൻഊത്ത് വേർതിരിച്ചെഴുതണം. ഫി ബൈത്തി ബൈത്തി എന്റെ വീട് കഴിഞ്ഞിട്ട് നോക്കൂ. ഖറിയത്തിൻ ജമീലത്തിൻ രണ്ടും തൻവീനായിട്ടാണ് വന്നിരിക്കുന്നത്. തൻവീൻ കസ്റു തൻവീനായിട്ട് വന്നിരിക്കുന്നു. ഖറിയത്തിൻ ജമീലത്തിൻ ഇവിടെ ഖറിയത്ത് ഗ്രാമത്തെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഗ്രാമം എന്നത് മൻഊത്തും ജമീലത്ത് എന്നത് നഅ്തുമാണ്. അടുത്തത് നോക്കൂ. നെഹ്റുൻ വാസിഉൻ വിശാലമായ പുഴ. നെഹ്ർ എന്നത് ഇവിടെ മൻഊത്തും വിശേഷണം, വാസിഉൻ വിശാലമായത് എന്നത് ഇവിടെ നഅ്തുമാണ്. ജദ്വലുൻ സ്വഗീറ എന്ന് കണ്ടില്ലേ? ജദ്വല് എന്നത് ഇവിടെ തോട്. മൻഊത്ത് വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തു, തോടിനെ വിശേഷിപ്പിക്കുകയാണ്. സ്വഗീറുൻ ചെറുത്. നഅ്താണ് ഇവിടെ സ്വഗീർ വിശേഷണം ചെറുത്. ഇനിയും ധാരാളമുണ്ട്. ഷജറത്തുൻ മരം, അതിന്റെ വിശേഷണമാണ് കബീറത്തുൻ വലിയത്. ഷജറത്തുൻ വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തു ഇവിടെ ഷജറത്താണ്, അതുകൊണ്ട് അത് മൻഊത്താണ്. കബീറത്തുൻ വലിയത് എന്നത് ഇവിടെ നഅ്തുമാണ് വിശേഷണവുമാണ്. അഹുൻ സ്വഗീറുൻ അഹുൻ സഹോദരൻ, മൻഊത്ത് വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തു, വിശേഷണം സ്വഗീറുൻ ചെറുതാണ്. ഇനിയുമുണ്ട് ഉഖ്തുൻ കബീറത്തുൻ ഉഖ്തുൻ സഹോദരി, മൻഊത്താണ്. കബീറത്തുൻ വലിയത് വലിയ സഹോദരി. കബീറത്ത് എന്നത് നഅ്തുമാണ്. വേറെയും ഈ ബയാനിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതണം. അടുത്ത പ്രവർത്തനം നോക്കാം. നക്തുബു നമുക്ക് എഴുതാം, കമാ ഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. ഇവിടെ ഫേസ്ബുക്കിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, അതുപോലെ യൂട്യൂബിനെ കുറിച്ച് നിങ്ങൾ എഴുതണം. ആദ്യം അത് വായിച്ചു നോക്കാം. ഫേസ്ബുക്ക്. അന ഫേസ്ബുക്ക് ഞാൻ ഫേസ്ബുക്ക് ആണ്. അന മഷ്ഹൂറുൻ ഞാൻ പ്രസിദ്ധനാണ്.
യസ്തഹ്ദിമുനി എന്നെ ഉപയോഗിക്കുന്നു, അന്നാസു ജനങ്ങളൊക്കെ എന്നെ ഉപയോഗിക്കുന്നു, ഉസാഇദുഹും അവരെ ഞാൻ സഹായിക്കുന്നു, അലാ നശ്രി സ്വദാഖ ഫ്രണ്ട്ഷിപ്പ് വ്യാപിപ്പിക്കാൻ. അതുപോലെ നിങ്ങൾ ഇവിടെ യൂട്യൂബ് ഇതുപോലെ നിങ്ങൾ ചേർത്ത് കൊടുത്ത് എഴുതണം. യൂട്യൂബിനെ എങ്ങനെ എഴുതാമെന്ന് നോക്കൂ. യൂട്യൂബിന് യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബ് എന്നും എഴുതാം. യൂട്യൂബ്, ഞാൻ യൂട്യൂബാണ്. പിന്നെ ഡാഷ് മഷ്ഹൂറുൻ എന്ന് ആ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക. മഷ്ഹൂറുൻ, ഞാൻ പ്രസിദ്ധനാണ്. യസ്തഹ്ദിമുനി എന്നെ ഉപയോഗിക്കുന്നു. അവിടെ എന്ത് കൊടുക്കാം? അൽ കിബാറു വസ്സിഓറു ചെറിയവരും വലിയവരും. അൽ കിബാറു വസ്സിഓറു ആ ബ്രാക്കറ്റിൽ നിന്ന് അവിടെ ചേർത്ത് കൊടുക്കുക. എന്തിനാണ് ഉപയോഗിക്കുന്നത്? അലാ മുഷാഹദത്തിൽ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. മുഷാഹദ കാണാൻ, ഫീദിയോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ജനങ്ങളൊക്കെ എന്നെ ഉപയോഗിക്കുന്നു. ഇനി ഇതിൽ തന്നെ മറ്റൊരു പ്രവർത്തനം കെമ്മിൽ അൽ ഇസ്തിമാറ. കെമ്മിൽ നീ ഫില്ല് ചെയ്യണം. അൽ ഇസ്തിമാറ ബയോഡാറ്റ. ഇവിടെ ഇസ്മി എൻ്റെ പേര് എന്നുള്ളിടത്ത് നിങ്ങളുടെ പേര് എഴുതുക. അദുറുസു ഫിസോഫി ഞാൻ പഠിക്കുന്നു. ഫിസോഫി ക്ലാസ്സിൽ. ഫിസോഫി സാലിസ് നിങ്ങൾ 3ാം ക്ലാസ്സിലാണല്ലോ, അപ്പോൾ ഫിസോഫി സാലിസ് എന്ന് ചേർത്ത് കൊടുക്കുക. ഉംബി എൻ്റെ വയസ്സ്, അവിടെ 8 or 9 നിങ്ങൾ വയസ്സ് എത്രയാണെങ്കിൽ അവിടെ ചേർത്ത് കൊടുക്കുക. ഇസ്മു ഉമ്മി എൻ്റെ ഉമ്മയുടെ പേര് അവിടെ ചേർത്ത് കൊടുക്കുക. ഇസ്മു അബി എൻ്റെ ഉപ്പയുടെ പേര് അവിടെ ചേർത്ത് കൊടുക്കണം. അസ്കുനു ഞാൻ താമസിക്കുന്നു. ഫീഡേഷ് നിങ്ങൾ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത് അതവിടെ എഴുതുക. 3ാമത്തെ പ്രവർത്തനം നോക്കാം. അല്ലാഹിഹാത്ത് പ്ലക്കാർഡുകൾ. നഖ്റഉ നമുക്ക് വായിക്കാം. അല്ലാഹിഹാത്ത പ്ലക്കാർഡുകൾ. വനഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം. മിൻഹ അവയിൽ നിന്നും മാ യുവാഫിഖു ബിസ്സിഹത്തി ആരോഗ്യവുമായിട്ട് യോജിച്ചു വരുന്നത് ഇതിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കാം. വനക്തുബു നമുക്ക് എഴുതുകയും ചെയ്യാം. നോക്കൂ ഈ പ്ലക്കാർഡുകളുടെ അർത്ഥം. അതിൽ നിന്നും ആരോഗ്യവുമായിട്ട് യോജിച്ചു വരുന്ന പ്ലക്കാർഡ്. ഇഷ്റബ് നീ കുടിക്കണം. നക്കിയൻ ശുദ്ധമായ വെള്ളം നീ കുടിക്കണം. അത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡാണ്, അതവിടെ എഴുതുക. അതുപോലെ തന്നെ ലാ തതനാവലിൽ മുഹദ്ദിറാത്ത് ലഹരി പദാർത്ഥങ്ങൾ. മുഹദ്ദിറാത്ത് ലഹരി പദാർത്ഥങ്ങൾ നീ ഉപയോഗിക്കാൻ പാടില്ല, ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്നതാണ്. അതും ഇതിലെഴുതാവുന്നതാണ്. അൽ ഖിറാഅത്തു വായന. തഹ്ദി അത് നയിക്കുന്നു. ഇലൻ നജാഹ് വിജയത്തിലേക്ക്. അൽ ഖിറാഅത്തു വായന. തഹ്ദി അത് നയിക്കുന്നു. ഇലൻ നജാഹ് വിജയത്തിലേക്ക്. അത് ഇതുമായിട്ട് ബന്ധമില്ല. യഅ്സിൽ നീ കഴുകണം. യദൈക നിന്റെ 2 കൈയും. ഖബല ത്വആമി ഭക്ഷണത്തിന് മുൻപ്. അത് ആരോഗ്യപരമായിട്ടുള്ള നല്ല ശീലമാണ്. ഇത് സിഹത്തുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡാണ്. ഹുബ്ബുൽ വത്വനി രാജ്യസ്നേഹം. ഫഖ്റുന നമ്മുടെ അഭിമാനമാണ്. അത് ഇതിൽ പെട്ടതല്ല. ഹാഫിൽ അലൻ നളാഫത്തി. ഹാഫിൽ നീ സംരക്ഷിക്കണം, സൂക്ഷിക്കണം. അല നളാഫ വൃത്തി, കാത്തു സൂക്ഷിക്കണം. അത് സിഹത്തിൽ പെട്ടതാണ്. അത്തദ്ഖീനു പുകവലി. മുളിറുൻ അത് ഉപദ്രവമുണ്ടാക്കും. ബിസിഹത്തി ആരോഗ്യത്തിന് അത് ദോഷം ചെയ്യുന്നതാണ്. അത് ആരോഗ്യമായി ബന്ധപ്പെട്ട് എഴുതാൻ പറ്റിയതാണ്. ആരോഗ്യത്തിന് ദോഷമുണ്ടാക്കുന്ന കാര്യമാണ് അത്. ആ പ്ലക്കാർഡും ഇതുമായിട്ട് യോജിച്ചു വരുന്നതാണ്. അൽ ഇൽമു അറിവ്. ഖുവ്വത്തുൻ ശക്തിയാണ്. അത് ഈ പ്ലക്കാർഡുമായി യോജിച്ചു വരുന്നില്ല. അടുത്ത പ്രവർത്തനം നോക്കൂ. നുഖ്മിലുൽ കിസ്വ കഥയെ നമുക്ക് ഫില്ല് ചെയ്യാം. ഇവിടെ ബത്വത്ത് താറാവിനെയും കെൽബ് നായയെയും കാണാം. ഇവർ തമ്മിലാണ് മത്സരം നടക്കുന്നത്. ആ കഥ നമുക്ക് ഫില്ല് ചെയ്യാം. നോക്കൂ ഇവിടെ ബ്രാക്കറ്റിൽ ഏതാനും വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് വേണം ഫില്ല് ചെയ്യാൻ. ആ വേർഡ്സിന്റെ അർത്ഥം നോക്കാം. കെൽബുൻ
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നായ, ബത്തത്തുൻ താറാവ്, അസ്റഉ മിൻകി നിന്നേക്കാൾ സ്പീഡ് എനിക്കാണ്, ഏറ്റവും സ്പീഡ്, അൽ ജറിയ് ഓട്ടം, യൽ അബു അവൻ കളിക്കുന്നു, അൽ ജവ്വാൽ മൊബൈൽ ഫോണ്, അസ്റഉ മിൻക നിന്നേക്കാൾ സ്പീഡ് ഏറ്റവും കൂടുതൽ എനിക്കാണ്. ഇനി ഇവിടെ യോജിച്ച വേർഡ്സ് ചേർത്ത് കൊടുക്കാം. കാന ഫിൽ ഖറിയത്തി ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു, ഡാഷ് വഡാഷ് ആരൊക്കെ ഉണ്ടായിരുന്നു, ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാം. കെൽബുൻ ഒരു നായയും, വബത്തത്തുൻ ഒരു താറാവും ഉണ്ടായിരുന്നു. കാലൽ കെൽബു നായ പറയുകയാണ്, ബത്തത്തിനോട് പറയുകയാണ്, അന ഞാനാണ്, ഡാഷ് ഫിൽ ജറി ഓട്ടത്തിൽ എനിക്കാണ് ഏറ്റവും സ്പീഡുള്ളത്. അവിടെ അസ്റഉ മിൻകി നിന്നേക്കാൾ ഏറ്റവും സ്പീഡ് എനിക്കാണ് എന്ന വേർഡ് അവിടെ ചേർത്ത് കൊടുക്കുക. ഫകാലത്തിൽ ബത്തത്തു അത് കേട്ടപ്പോൾ താറാവ് പറയുകയാണ്, ലാ അങ്ങനെയല്ല, അന ഞാനാണ്, ഡാഷ് അവിടെ അസ്റഉ മിൻക എന്ന വേർഡ് ചേർത്ത് കൊടുക്കുക. എനിക്കാണ് നിന്നേക്കാൾ ഏറ്റവും സ്പീഡുള്ളത് എന്ന് പറഞ്ഞു. ജറാ ബൈനഹുമാ അവർക്കിടയിൽ നടന്നു, സിബാക്കു മത്സരം നടന്നു, ഡാഷ് ഏത് മത്സരമാണ്, അൽ ജറിയ് അവയുടെ അവിടെ ചേർത്ത് കൊടുക്കുക. ഓട്ട മത്സരം നടന്നു, ജറിയ എന്ന് പറഞ്ഞാൽ ഓട്ടം, സിബാക്ക് മത്സരം, സിബാക്കുൽ ജറിയെ ഓട്ട മത്സരം, ജറാ ബൈനഹുമാ അവർക്കിടയിൽ നടന്നു, സിബാക്കുൽ ജറിയെ ഓട്ട മത്സരം. അസ്ന അസിബാക്കി മത്സരത്തിന് ഇടയിൽ, അസ്ന ഇടയിൽ, അഹദൽ കൽബു അഹദ എടുത്തു, അഹദൽ കെൽബു നായ എടുത്തു, ഡാഷ് അൽ ജവ്വാല ജവ്വാൽ എന്ന വേർഡ് അവിടെ ചേർത്ത് കൊടുക്കുക. മൊബൈൽ എടുത്തു, വബദ അവൻ ആരംഭിക്കുകയും ചെയ്തു, ഡാഷ് ബിഹി അതുമായിക്കൊണ്ട്, യൽ അബു എന്ന വേർഡാണ് അവിടെ യോജിക്കുക. യൽ അബു അവൻ കളിക്കുന്നു, ഗെയിം കളിച്ചു, ബിഹി അതുമായിട്ട് അതിലുള്ള ഓരോ ഗെയിമുകൾ കളിക്കാനിരുന്നു. വനസിയ അവൻ മറന്നു, അസിബാക്ക ആ മത്സരം അവൻ മറന്നുപോയി. സബക്കത്തിൽ ബത്തത്തു താറാവാണ് മുൻകടന്നു വന്നത്, സബക്കത്ത് മുന്നിട്ട് വന്നു, മുന്നിലേക്ക് വന്നത്, ബത്തത്തുൻ താറാവാണ് മുന്നിട്ട് വന്നത്, വഫാസത്ത് അവൾ വിജയിക്കുകയും ചെയ്തു. ഏത് കാര്യത്തിനും ശ്രദ്ധ വളരെ അത്യാവശ്യമാണ്. വിജയത്തിലെത്തണമെങ്കിൽ അശ്രദ്ധാലുക്കളിൽ പെടാൻ പാടില്ല എന്നതാണ് ഈ കഥയുടെ മെസ്സേജ്. നളഉ നമുക്ക് വെക്കാം, അലാമത്ത ടിക് ശരിമ അടയാളം, അലാമത്ത്, ലിൽ ആദാത്തിൽ ജയ്യിദ നല്ല ശീലങ്ങൾക്ക് ടിക്ക് മാർക്ക് നമുക്ക് നൽകാം. വ അലാമത്തു തെറ്റ് കൊടുക്കാം, ലിൽ ആദാത്തി സയ്യിഅ മോശമായ ശീലങ്ങൾക്ക് തെറ്റും ശരിയായ നല്ല ശീലങ്ങൾക്ക് ശരിയും നൽകാം. ആദ്യത്തെ പിക്ചറിൽ നോക്കൂ, തുനദ്ദിഫുൽ ബിൻതു പെൺകുട്ടി വൃത്തിയാക്കുന്നു, അൽ ഉർഫത റൂം അത് നല്ല ശീലമാണ്, അതുകൊണ്ട് അതിന് ടിക്ക് മാർക്ക് നൽകുക. അടുത്ത പിക്ചറിലെ യർമിൽ വലതു ഒരു ആൺകുട്ടി എറിയുകയാണ്, അൽ ഔറാക്ക പേപ്പറുകള്, ഫിസോഫി ക്ലാസ്സിൽ അത് മോശമായ ശീലമാണ്, അതിന് തെറ്റ് കൊടുക്കുക. അടുത്തത് യകൂമുൽ വലതു കുട്ടി എഴുന്നേൽക്കുന്നു, മിനൻ നൗമി ഉറക്കത്തിൽ നിന്നും, മുബക്കിറൻ നേരത്തെ എഴുന്നേൽക്കുന്നു, അത് നല്ല ശീലമാണ്, അതിന് ശരി കൊടുക്കുക. അടുത്തത് തനാമുൽ ബിൻതു പെൺകുട്ടി ഉറങ്ങുന്നു, മുതഅഖിറതൻ വൈകിട്ടാണ് ഉറങ്ങുന്നത്, അത് നല്ല ശീലമല്ല, അതുകൊണ്ട് തന്നെ അതിന് തെറ്റ് കൊടുക്കുക. അടുത്തത് തുനദ്ദിഫുൽ അസ്നാന പെൺകുട്ടി പല്ലുകൾ വൃത്തിയാക്കുന്നു, കബുലൻ നൗമി ഉറക്കത്തിന് മുൻപ് നല്ല ശീലമാണ്, അതിന് ശരി ടിക്കിട്ട് കൊടുക്കുക. ലാസ്റ്റ് പ്രവർത്തനം നുലാഹിദു സുവറ പിക്ചേഴ്സ് നമുക്ക് നിരീക്ഷിക്കാം, വനുറത്തിബു നമുക്ക് ക്രമപ്പെടുത്താം, അൽ ജുമല സെന്റൻസുകളെ,
താഴെയുള്ള സെന്റൻസുകൾ നമുക്ക് ഓർഡറിൽ എഴുതണം. ഹത്താ തസീറു ബയാനൻ, അതൊരു ബയാൻ, ഒരു വിവരണം ആയിത്തീരുന്നത് വരെ. ഈ പിക്ചേഴ്സ് നോക്കിയിട്ട് ഏതാണോ സെന്റൻസ് ഓർഡറിൽ വരേണ്ടത് അത് എഴുതണം. ആദ്യം സെന്റൻസിന്റെ അർത്ഥം നോക്കാം. ബക്ക നബീലു, നബീലു കരഞ്ഞു. മിൻ അലമിൽ ബത്വനി, വയറുവേദന കാരണത്താൽ. അക്കല നബീലു, നബീൽ തിന്നു. അൽ ഹൽവയാത്ത കസീറൻ, ധാരാളം സ്വീറ്റ്സുകള് കഴിച്ചു. ഫഹസത് തൊബീബു, ഡോക്ടർ പരിശോധിച്ചു. നബീലൻ, നബീലിനെ. വക്കാല, എന്നിട്ട് പറയുകയും ചെയ്തു. ലാ തഅ്കുൽ അൽ ഹൽവയാത്ത കസീറൻ, ഹൽവയാത്തുകൾ, സ്വീറ്റ്സുകള്, മധുര പലഹാരങ്ങൾ അധികമായിട്ട് കഴിക്കാൻ പാടില്ല. ദഹബൽ അബു, ഉപ്പ പോയി. ബിഹി, അവനെയും കൊണ്ട്. ഇലൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലേക്ക്. ഇതിൽ പിക്ചർ നോക്കൂ, എന്നിട്ട് നമുക്ക് സെന്റൻസ് ഓർഡർ ആക്കാം. ആദ്യ പിക്ചറില് നബീലെ ഹൽവയാത്ത് കഴിക്കുന്നതാണ് കാണുന്നത്. അവിടെ ഏത് സെന്റൻസ് ആണ് ആദ്യം വരേണ്ടത്? അക്കല നബീലു, നബീല് തിന്നു. അൽ ഹൽവയാത്ത് കസീറൻ, സ്വീറ്റ്സുകള്, മിഠായികൾ ധാരാളമായിട്ട് സ്വീറ്റ്സുകൾ അവൻ കഴിച്ചു. രണ്ടാമത്തെ പിക്ചറിൽ വയറുവേദന അവന് അനുഭവപ്പെടുന്നതാണ് കാണുന്നത്. അത് ഏത് സെന്റൻസ് ആണ് അടുത്തത് വരേണ്ടത്? ബക്ക നബീലു, നബീൽ കരഞ്ഞു. മിൻ അലമിൽ ബത്വനി, വയറുവേദന കാരണത്താൽ. മൂന്നാമത്തെ പിക്ചറിൽ അവന്റെ ഉപ്പ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. ദഹബൽ അബു ബിഹി, അവനെയും കൊണ്ട് ഉപ്പ പോയി. ഇലൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലേക്ക്. ലാസ്റ്റ് പിക്ചറിൽ ഡോക്ടർ അവനെ പരിശോധിക്കുന്നതും അവനെ ഉപദേശിക്കുന്നതുമാണ്. ഫഹസത് തൊബീബു, ഡോക്ടർ അവനെ പരിശോധിച്ചു. ഫഹസത് തൊബീബു നബീലൻ, നബീലിനെ ഡോക്ടർ പരിശോധിച്ചു. വകാല ലാ തഅ്കുൽ അൽ ഹൽവയാത്ത കസീറൻ, സ്വീറ്റ്സുകൾ ധാരാളമായിട്ട് നീ കഴിക്കരുത് എന്ന് അവനെ ഉപദേശിക്കുകയും ചെയ്തു. ഇങ്ങനെ ഓർഡർ ആക്കിയിട്ട് നിങ്ങൾ എഴുതി പഠിക്കുക, എക്സാമിന് വരുന്നതാണ്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ വേറെയും കണ്ടെത്തി പഠിക്കണം, എക്സാമിന് വരും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.